ലൈഫിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ പറ്റും. ഞാൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയപ്പോഴത്തേനും ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ വരെ, ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും വരെ ഇങ്ങനൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ മറ്റേ തോണിയിൽ പോയപ്പോഴത്തേനും ആയിരുന്നു വെള്ളത്തിൽ പോയത്. അപ്പം എൻ്റെ തലമുടി പിടിച്ച് വലിച്ചാണ് പൊക്കിയെടുത്തത് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങ് താന്നു, ഇത് മുടിയുള്ളത് കൊണ്ട് മുടി പിടിച്ച് പൊക്കിയെടുത്ത്. പിന്നെ നീന്തൽ പഠിച്ചു കേട്ടോ. പിന്നെ നീന്തൽ പഠിച്ച് ഇപ്പം ഒരു കായലായാലും ശരി പുഴയായാലും ശരി ഒരു കുഴപ്പമില്ല, നീന്തി കയറിക്കോളും, എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. തിരിച്ച് ജീവൻ. പിന്നെ കുത്തൊഴുക്കുള്ള അടുത്തൊന്നും പോയാലൊന്നും പറ്റത്തൊന്നുമില്ല. സാധാരണ തിരിച്ച് ജീവൻ കിട്ടിയതാണ്. സ്റ്റോറി പറയുമോ? ഹായ് ഡി സൂര്യ സുരേഷ്, ഹായ്, സുഖാണോ? ഫുഡ് കഴിച്ചോ? എന്തൊക്കെയുണ്ട്? മഴയുണ്ടോടാ? അവൻ മരിച്ചുപോയി. ഹായ് ദിയ. ശരത്ത്. ഞാൻ ദിയ അല്ല, ഞാൻ അനീഷ. ദിയ സ്കൂളിൽ പോയി. സുഖമാണ്, സുഖാണ്, സുഖാണ്, സുഖാണ്. ഒത്തിരി ഡെപ്ത് ഉണ്ടായിരുന്നു. ഓക്കെ. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആളാണ് മരിച്ചുപോയെന്ന് പറഞ്ഞേ. എന്നാ ഹായ് അനീഷ, ഹായ്. ഓക്കെ. എത്ര വർഷമായി? ഞാൻ ഒരു തവണയല്ല കേട്ടോ, 2 പ്രാവശ്യം വെള്ളത്തിൽ പോയിട്ടുണ്ട്. അന്ന് തീരെ പൊടിയായിരുന്നപ്പോൾ പോയിട്ടുണ്ട്, തീരെ ചെറുതായിരുന്നപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി ഇതൊരു 10 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതിന് മുമ്പേ ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോഴെൻ്റെ അമ്മയാണ് ചാടിയെടുത്തത്. ഈ കമ്പി എന്നാ വാർക്കുന്നേ? അടുത്ത മാസം വാർപ്പ് കഴിയുമെന്നാണ് പറഞ്ഞത്. അറിയില്ല. കമ്പി ഊരിയില്ലടാ. കമ്പി ഈ മാസം പോയപ്പോഴത്തേനും, ഇപ്പം ഈ 2 ദിവസം മുന്നേ പോയപ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയൊരു ചെരിവുണ്ട്. ആ ചെരിവ് ശരിയാക്കാൻ വേണ്ടി റെഡിയാക്കി തന്ന്. താഴാനല്ല, ചെരിവ് റെഡിയാക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒറ്റക്കമ്പി ആക്കി തരാമെന്ന് പറഞ്ഞു. ഈ മാസം ആക്കി തരാമെന്ന് പറഞ്ഞു, കഴിഞ്ഞ മാസം ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നടന്നില്ല. കാരണം കുറച്ചൊക്കെ റെഡി ആവാനുണ്ട്. അങ്ങനെ അപ്പം ഇനി അടുത്ത മാസം ആക്കാമെന്ന് പറഞ്ഞ്. ഇനി എനിക്ക് എന്തായാലും ഇനി 2500 രൂപയും കൂടി കൊടുക്കാനുണ്ട്. അപ്പം അതിനുള്ളിൽ റെഡിയാവും. എന്ത് 13,000 രൂപയാണല്ലോ ടോട്ടല്. അതിലിനി 2000 രൂപയും കൂടി ഇനി കൊടുക്കാണ്ട്. അപ്പം 4 മാസം വേണ്ടി വരത്തില്ല. 500 രൂപ വെച്ചാണ് കൊടുക്കുന്നത് മാസത്തിൽ. 4 മാസം എന്തായാലും ഇത് പോവില്ല. അപ്പം എന്തായാലും 4 മാസം എന്തായാലും ഉണ്ട്. അതിനുള്ളിൽ എന്തായാലും അവർ ശരിയാക്കി തരും, മാറ്റും. 25 വർഷമായല്ലേ? എന്നിട്ട് നീന്തൽ പഠിച്ചോ? നീന്തൽ പഠിച്ചല്ലോ. എനിക്കിപ്പോൾ നീന്താനൊക്കെ അറിയാം. കുത്തൊഴുക്കിലൊന്നും പോയി വീണാൽ നീന്തി കയറത്തില്ല. അല്ലാതെ നീന്താനൊക്കെ എനിക്കറിയാം. ഞാൻ പഠിച്ചായിരുന്നു. അല്ലെങ്കിലും ഞാൻ നീന്തൽ പഠിക്കും. അത് ഞാൻ എൻ്റെ വീട് കോട്ടയത്താണല്ലോ. അപ്പം നമ്മൾ കോട്ടയം കുമരകം ആയതുകൊണ്ട് കായലിൻ്റെ തീരത്താണ് വീട്. അപ്പം എന്തായാലും നീന്തൽ പഠിക്കും. ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ നീന്തൽ പഠിക്കും. നീന്തൽ പഠിക്കുന്നതിന് മുമ്പാണ് വെള്ളത്തിൽ പിടച്ചതിൽ വീണത്. അതിനുശേഷം നീന്തൽ പഠിച്ചു. ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? എടാ ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ്, നെയ്യാറ്റിൻകര ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ സ്വന്തം നാട് കോട്ടയത്താണ്, കുമരകത്താണ്.